ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു നല്ല പ്രോൺസ് പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ നല്ല ചെമ്മീൻ കിട്ടി കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് തന്നെ ചെമ്മീൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേവിച്ച് വെക്കുന്ന ഈ വെള്ളം കളയാതെ മാറ്റി വെക്കണേ. എന്നിട്ട് ആ ചെമ്മീൻ ഒന്ന് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ സെയിം വെളിച്ചെണ്ണയിനകത്തേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞിട്ട് നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്കൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുക. നല്ല രീതിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വഴണ്ടി വരണ്ട കേട്ടോ, അച്ചാറല്ലേ ഇടുന്നത്. അപ്പോൾ ഒത്തിരി അങ്ങ് വഴണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് കുറച്ച് കാശ്മീരി ചില്ലിയും പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയുമാണ്. വേറെ അച്ചാർ പൊടിയൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ രണ്ട് പൊടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സെപ്പറേറ്റ് അച്ചാർ പൊടിയൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്കൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ആവശ്യത്തിന് പുളിക്കനുസരിച്ച് നമുക്ക് എടുക്കാം. ഇവിടെ ഞാനൊരു ചെറിയ 2 തവി കണക്കാക്കി 2 തവിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ വേവിച്ച ആ വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കണേ. അതൊന്ന് അങ്ങനെ തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ചെമ്മീൻ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.